അങ്ങനെ 2 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളും കഴിച്ച ഗൈസ് വള്ളസദ്യ. ശരിയാ, ഭയങ്കര പ്ലാനിങ്സ് ഒക്കെ നടത്തിയാൽ ഒന്നും നടക്കില്ല ഗൈസ്. ഞാനും ഗോപുവും കൂടെ 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്ന സംഭവമാണ് ഇപ്പം നടപ്പിലായത്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ മഴയായിരുന്നു, സ്കൂട്ടറിലാണ് പോയത്. ഒരുങ്ങി വന്നിട്ട് നനഞ്ഞു കുളിച്ചാണ് ഞങ്ങൾ ഗൈസ് അവിടെ എത്തിയത്. പുറത്തുനിന്ന് കയറിയപ്പോൾ തന്നെ മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു ഗൈസ്. മൊത്തത്തിൽ എന്താണെന്ന് അറിയത്തില്ല. ഈ അമ്പലത്തിനകത്ത് കയറാൻ പറ്റി കുറേ കാര്യങ്ങൾ, പുതിയ എക്സ്പീരിയൻസ്, പുതിയ കഥകൾ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനും പുതിയ അറിവുകൾ കിട്ടാനും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അതും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഓരോ കരക്കാർ വന്നിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ നിൽക്കും. എനിക്കിതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. കരക്കാർ വന്നിട്ട് അവർ പാടിയിട്ട് അവരെ സ്വീകരിച്ച് അകത്ത് കയറ്റും. ആ വള്ളം തിരിഞ്ഞു വന്നത് കണ്ടോ ഗൈസ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഓരോ കരക്കാർ സ്വീകരിക്കുമ്പം ഈ വള്ളം തുഴഞ്ഞു വരുന്നവർ പാട്ടൊക്കെ പാടി അകത്തോട്ട് കയറിപ്പോകും. അങ്ങനെ ഓരോ കരക്കാരെ സ്വീകരിച്ച് അവർ അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് പിന്നീട് വള്ളസദ്യക്കുള്ള പരിപാടികൾ തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് പാസ് കിട്ടിയത് ഗോപുവിന്റെ ഫാമിലി നടത്തിയ നേർച്ചയുടെ ഭാഗമായിട്ടാണ്. പള്ളിയോടം എന്ന് പറഞ്ഞ വള്ളക്കാരെ വെച്ചിട്ടാണ് ഇവരിത് ചെയ്തത്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവിടെ വെച്ച് അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അങ്ങനെ